ആർഷഭാരത സംസ്കാരത്തിന്റെ തുടിപ്പുകൾ നിലനിർത്തുന്ന ഒരു കൂട്ടം സന്യാസി ശ്രേഷ്ഠന്മാർ ദീപം തെളിയിച്ച് സമത്വ മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. വൈകിട്ട് 4 മണിയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചത്. പേജാവർ മഠാധിപതി ശ്രീ വിശ്വേശ്വര തീർത്ഥ, ശിവഗിരി മഠത്തിലെ സ്വാമി ശാരദാനന്ദ, അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അമൃത കൃപാനന്ദപുരി, നിലമ്പൂർ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി ആത്മസ്വരൂപാനന്ദ, തീർത്ഥ ശങ്കരാശ്രമത്തിലെ ശ്രീമദ് പ്രേമാനന്ദ, അഗസ്ത്യാശ്രമത്തിലെ സ്വാമി ഗോരഖ്നാഥ് എന്നിവർ ചേർന്നാണ് സമത്വ മുന്നേറ്റ ജ്യോതി തെളിയിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അധ്യക്ഷം വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ വെള്ളാപ്പള്ളി നടേശൻ യാത്രാ പ്രഖ്യാപനം നടത്തി. കാളിദാസ ഭട്ടതിരിപ്പാട് വെള്ളാപ്പള്ളിക്ക് പതാക കൈമാറി. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാബു, യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ നായർ സമാജം പ്രസിഡന്റ് മഞ്ചേരി ഭാസ്കരപിള്ള സമത്വ മുന്നേറ്റ യാത്രാ സന്ദേശം നൽകി. വർക്കിംഗ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി യാത്രാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണി സംസ്ഥാന പ്രസിഡന്റ് CS നായർ, സാംബവ സഭ പ്രസിഡന്റ് I ബാബു, കേരള ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് PD സോമകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭാഷ് നായരമ്പലം, ഡോക്ടർ ജയചന്ദ്രരാജ് ചങ്ങനാശ്ശേരി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി AG തങ്കപ്പൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ അരേക്കണ്ടി സന്തോഷ് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ ബൈപോളാർ രാഷ്ട്രീയ സംവിധാനത്തിന് അന്ത്യം കുറിക്കുവാനും മൂന്നാമത് ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന ആശയം കേരള ജനതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുവാനും ഈ ജാഥയ്ക്ക് കഴിയും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വികസനം കടന്നു വരാത്ത ജില്ലയാണ് കാസർഗോഡ്. നല്ല ചികിത്സ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മംഗലാപുരത്ത് പോകണം. ഈ അവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടായി? ജനാധിപത്യം വന്ന് 62 കൊല്ലങ്ങൾക്ക് മേലായി. കാസർഗോഡ് എന്ത് വികസനം ആരുണ്ടാക്കി, ആര് നൽകി? വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ ഭരിച്ചു. ഇവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നീതി ലഭിച്ചോ? വികസനങ്ങളെല്ലാം തന്നെ മലപ്പുറത്തേക്കും കോട്ടയത്തേക്കും മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ കാസർഗോഡ് മറന്നുപോകുന്നു. വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ പോലും നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകേണ്ട ദുരവസ്ഥ. ഇതിന്റെ കാരണം എന്താ? നമുക്ക് വേണ്ടി പറയുവാൻ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ തയ്യാറാകുന്നില്ല. എൻഡോസൾഫാൻ അതിന്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച പ്രദേശമാണ്. പ്രത്യേകിച്ചും എൻഡോസൾഫാൻ തളിച്ച കാലഘട്ടം EK നയനാരും K കരുണാകരനും എല്ലാം ഭരിച്ച കാലഘട്ടത്തിലാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും തുല്യ പങ്കാളിത്തം എൻഡോസൾഫാൻ ആ വിഷം തളിച്ചതിൻ്റെ ദുരന്തങ്ങളുടെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, അതിലെ കുറ്റക്കാർക്കെതിരെ ഒരു FIR ഇട്ടൊരു കേസ് പോലും എടുത്തില്ല. ഈ ദുരന്തം അനുഭവിച്ചവരെ സംരക്ഷിക്കുവാൻ, സഹായിക്കുവാൻ എന്ത് കർമ്മമാണ് ഈ ഇരുമുന്നണികളും കാണിച്ചത്, ചെയ്തത് എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ രാജ്യത്ത് 1946 65% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 2010 എത്തിയപ്പോഴത്തേക്ക് 55% താന്നു. മതപരിവർത്തനവും സന്താന നിയന്ത്രണവും ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ കീഴോട്ട് പോയപ്പോൾ ദാരിദ്ര്യത്തിൽ ഏറ്റവും മുമ്പിൽ നമ്മളെത്തി. 52% ഇന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ BPL ഇന്ന് സമുദായം. ക്രിസ്ത്യൻ സമുദായത്തെ നോക്കിയാൽ 9% ക്രിസ്ത്യൻ സമുദായം BPL. മുസ്ലിം സമുദായം 12% BPL. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കുത്തകാവകാശം
52% എത്തിയെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ നമുക്ക് തന്നു എന്താണ്? പക്ഷേ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ദുരിതങ്ങൾ പറയുമ്പോൾ, ദുഃഖങ്ങൾ പരസ്യമായി പറയുമ്പോൾ നമ്മളെല്ലാം ജാതി പറയുന്നവരും മറ്റുള്ളവർ പറഞ്ഞാൽ അത് നീതി പറയുന്നവരുമായി വ്യാഖ്യാനിക്കുന്നു. ഈ സമത്വ മുന്നേറ്റ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായി ഇടതുപക്ഷം പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ ചുറ്റുമിട്ട് വട്ടമിട്ട് എന്നെ കടന്നാക്രമിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? സംഘടിക്കാനും പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കുന്നു. നമുക്കെല്ലാം ആശയപരമായി നേരിടും. ആയുധം കൊണ്ടല്ല നേരിടുന്നത്. 51 വെട്ടും 61 വെട്ടും നടത്തുന്ന നമ്മുടെ സംസ്കാരമല്ല. നമ്മുടെ സംസ്കാരം സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക എന്നുള്ള സംസ്കാരം. ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും പറയുമ്പോൾ അത് ജാതി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി, നമ്മുടെ സമുദായത്തിന് സ്വന്തമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടോ? ഇവിടെ മലബാർ മേഖലയിൽ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരൊറ്റ കുടിപ്പള്ളിക്കിടം പോലും നമുക്ക് ഈ സർക്കാരുകൾ മാറി മാറി വന്ന സർക്കാരുകൾ അനുവദിച്ചു തന്നിട്ടില്ല. എന്തൊരു ധിക്കാരോ അഹങ്കാരോ! ഭൂരിപക്ഷ സമുദായം എന്ന് നാം പറയുമ്പോൾ ഹിന്ദു സമുദായം ഏതാണ്ട് 55% ഹിന്ദു സമുദായം ഉണ്ടെങ്കിലും ഈ 55% കൂട്ടായ്മ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷം ഭരിക്കുന്ന ഒരു പ്രക്രിയ ലോകത്തൊരു സ്ഥലത്തും ഭൂരിപക്ഷമാണ് കാരണം. ഇവിടെ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭരിക്കുന്നു. ഇത് ജനാധിപത്യമല്ല, ഇതൊരു മതാധിപത്യമായി മാറി. ഈ മതാധിപത്യമായി മാറി ഓരോ മതക്കാരും അവരവരുടേതായ പാർട്ടികൾ രൂപീകരിക്കുമ്പോൾ അതും ഇവിടെ തർക്കമാർക്കുമില്ല. ലത്തിക്കാര് കത്തോലിക്ക സഭ, കത്തോലിക്ക കോൺഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് അവർ പാർട്ടി ഉണ്ടാക്കി. ആർക്കും ഇവിടെ തർക്കമില്ല. ബിഷപ്പ് ഇടുക്കിയിൽ പ്രത്യേകം പാർട്ടി അദ്ദേഹം ഉണ്ടാക്കി. ഇവിടെ ആർക്കും ഒരു തർക്കമില്ല. അതുപോലെ തന്നെ കാന്തപുരത്ത് പ്രത്യേക പാർട്ടി ഉണ്ടാകുന്നു. ഇവിടെ ആർക്കും ഒരു തർക്കമില്ല. നമ്മളൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര തർക്കമാണ്. ഇത് ഉരുക്കി തേച്ച് വന്ന ഒരു പ്രസ്ഥാനം ഒരുപാട് പ്രശ്നങ്ങൾക്ക് വന്നാണ്. ഇതിനേക്കാൾ വലിയ പെരുന്നാൾ ബാബ വള്ളി പോയിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സമുദായത്തെ ഒരേ കെട്ടായി പലപ്പോഴും യുവദാസുകളായി നമ്മുടെ ആളുകളെ പലരും പ്രയോജനപ്പെടുത്ത അതിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കള്ളക്കഥകൾ നിങ്ങളൊന്ന് ആലോചിക്കുന്നു. ഈ പ്രദേശത്തും മൈക്രോ ഫൈനാൻസിന് ഞാൻ പണം തന്നു. 5000 കോടിയോളം രൂപയാണ് ഞാൻ കൊടുത്തത്. 5000 കോടി രൂപ എത്രയോ ലക്ഷം സ്ത്രീകൾക്ക് ലഭിച്ചു. ഈ പാർട്ടി പലിശക്കാരെ നാട്ടിൽ നിന്ന് ഓടിച്ച് അവർക്ക് സ്വന്തമായി 10 പൈസ കിട്ടുവാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ഈ യാത്രയിൽ ഞങ്ങൾക്ക് സർവ്വവിധ മംഗളങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇത് തിരുവനന്തപുരത്ത് തുടങ്ങിയത് വിഘ്നേശ്വരനിൽ നിന്നാണ്. ഇത് അവസാനിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വിഘ്നേശ്വരന്റെ മുമ്പിലാണ്. സകല വിഘ്നങ്ങളും തീർത്ത് വിഘ്നേശ്വരൻ, അടുത്ത വിഘ്നേശ്വരൻ തിരുവനന്തപുരത്തുള്ള പഴവങ്ങാടിയിലെ വിഘ്നേശ്വര ക്ഷേത്രത്തിന് ഒരു സമർപ്പിക്കുമ്പോൾ അതോടനുബന്ധിച്ച് കടപ്പുറത്ത് സംഗമം, കടപ്പുറത്ത് ലക്ഷം ജനങ്ങളുടെ ഒരു സംഗമം നടക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം അവർക്കെല്ലാം മാറി ചിന്തിക്കേണ്ടത്. അവർക്ക് മാറി ചിന്തിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അവരെ തെറ്റു തിരുത്താനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജനകീയ മുന്നേറ്റം അവർക്കൊരു തിരുത്തൽ ശക്തിയായി മുമ്പോട്ട് പോകാൻ സാധിക്കണം. അവർക്ക് തിരുത്താൻ സാധിക്കണം. അവർക്കെതിരെയുള്ള ജനകീയ മുന്നോട്ടവും വികാരവുമാണ് ഈ യാത്രയെന്നും ആ യാത്രയുടെ ജനകീയ പ്രാതിനിധ്യവും പങ്കാളിത്തവും മനസ്സിലാക്കി
അവരവസരത്തിലെത്ത് ഉണരാനും പ്രവർത്തിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയ ഇടത് വലത് നേതൃത്വം തയ്യാറായില്ല എങ്കിൽ കാലം അവരെ കടലിലേക്ക് ആഴ്ത്തപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ഈ യാത്രയിൽ പങ്കെടുക്കാൻ കാസർഗോഡിലെ പാവങ്ങളായ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ, 10,000 ആളുകൾ ആവേശത്തോടുകൂടി ഇവിടെ വന്ന് പങ്കെടുത്ത് ഞങ്ങൾക്ക് ആശീർവാദം നൽകി ഞങ്ങൾക്കുള്ള എല്ലാ നന്ദിയും കൃതജ്ഞതയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിശിതമായ വിമർശനങ്ങളെയും ക്രൂരമായ ആരോപണങ്ങളെയും നേരിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തുടക്കം കുറിച്ച പുത്തൻ രാഷ്ട്രീയം സാക്ഷര കേരളത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്നറിയാൻ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാൽ മതി. കാസർഗോട്ട് നിന്ന് ആരംഭിച്ച സമത്വ മുന്നേറ്റ യാത്ര ഇന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ ഹോട്ട് സീറ്റായ കണ്ണൂരിലേക്ക് കടന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് തളിപ്പറമ്പിലും വൈകിട്ട് 3 മണിക്ക് കണ്ണൂരിലും ആവേശോജ്വലമായ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പേരുകേട്ട കണ്ണൂർ പുതിയ രാഷ്ട്രീയ നീക്കത്തെ തെല്ലൊരാശ്വാസത്തോടും ഒപ്പം ആവേശത്തോടെയുമാണ് സ്വീകരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ആവേശകരമായ സ്വീകരണ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ജയ് ഭാരത്. വിജയത്തിനു വെള്ളാപ്പള്ളി നയിക്കുകയാണ് യാത്ര.